പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കേരള സർക്കാരിന് കീഴിലുള്ള പൊതുമേഖലാ സ്ഥാപനത്തിൽ കസ്റ്റമർ റിലേഷൻസ് അസിസ്റ്റന്റായി ജോലി നേടാൻ ഉദ്യോഗാർത്ഥികൾക്ക് അവസരം. നിരവധി വേക്കൻസികൾ വന്നിട്ടുള്ളതും വിവിധ വിദ്യാഭ്യാസ യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് അപ്ലൈ ചെയ്യാവുന്നതുമായ തസ്തികയിലേക്കാണ് അപേക്ഷ ക്ഷണിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ 45 വയസ്സുവരെ ഉയർന്ന പ്രായപരിധി പറഞ്ഞിട്ടുള്ള തസ്തിക കൂടിയാണിത്. നിശ്ചിത യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഇതിലേക്ക് ഓൺലൈനായി അപ്ലൈ ചെയ്യാവുന്നതാണ്. നമുക്ക് ഈ തസ്തികയെ കുറിച്ചുള്ള വിശദ വിവരങ്ങൾ അറിയാം. അതിനു മുമ്പായി ഈ ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ഇനിയും ഇതുപോലുള്ള ജോലി സംബന്ധമായ വിവരങ്ങൾ അറിയാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. അതുപോലെ തന്നെ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് കൂടി വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഇനി ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാനുള്ള അവസാന തീയതി, അപേക്ഷിക്കേണ്ടത് എങ്ങനെ, യോഗ്യത, പ്രായപരിധി, ശമ്പളം തുടങ്ങിയ വിവരങ്ങൾ വിശദമായി അറിയാം. കേരള സർക്കാരിന് കീഴിലുള്ള ഒരു പൊതുമേഖലാ സ്ഥാപനത്തിന്റെ സെൻട്രലൈസ്ഡ് കോൾ സെന്ററിലേക്ക് മാൻപവർ സപ്പോർട്ട് സർവീസ് നൽകുന്നതിനായി കസ്റ്റമർ റിലേഷൻസ് അസിസ്റ്റന്റ് തസ്തികയിലേക്ക് കരാർ അടിസ്ഥാനത്തിലുള്ള നിയമനത്തിനായി യോഗ്യരായ ഉദ്യോഗാർത്ഥികളിൽ നിന്ന് അപേക്ഷ ക്ഷണിച്ചിട്ടുള്ളത് സെന്റർ ഫോർ മാനേജ്മെന്റ് ഡെവലപ്മെന്റ് മുഖേനയാണ്. ഇതിലേക്ക് അപേക്ഷ സമർപ്പിക്കാനുള്ള അവസാന തീയതി 2026 മെയ് 23 വൈകിട്ട് 5 മണി വരെയാണ്. സെന്റർ ഫോർ മാനേജ്മെന്റ് ഡെവലപ്മെന്റിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് മുഖേന ഓൺലൈനായാണ് അപ്ലൈ ചെയ്യേണ്ടത്. കസ്റ്റമർ റിലേഷൻസ് അസിസ്റ്റന്റ് തസ്തികയിൽ ഈ വിജ്ഞാപന പ്രകാരം 40 വേക്കൻസികളാണ് ഉള്ളത്. ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാനുള്ള വിദ്യാഭ്യാസ യോഗ്യതയായി പറഞ്ഞിട്ടുള്ളത് ഒരു അംഗീകൃത യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഏതെങ്കിലും ട്രേഡിലുള്ള എഞ്ചിനീയറിംഗ് ഡിപ്ലോമ അല്ലെങ്കിൽ ഏതെങ്കിലും ട്രേഡിലുള്ള ബിടെക് ബിരുദമാണ്. അതുപോലെ തന്നെ കസ്റ്റമർ കെയർ സർവീസസിലോ കോൾ സെന്ററിലോ മിനിമം 6 മാസത്തെ പോസ്റ്റ് ക്വാളിഫിക്കേഷൻ എക്സ്പീരിയൻസ് കൂടി ഉണ്ടായിരിക്കണം. അപേക്ഷിക്കാനുള്ള ഉയർന്ന പ്രായപരിധി 45 വയസ്സാണ്. 2026 മെയ് 1 അടിസ്ഥാനമാക്കിയാണ് പ്രായപരിധിയും എക്സ്പീരിയൻസും കണക്കാക്കുന്നത്. ഈ തസ്തികയിലേക്ക് സെലക്ട് ചെയ്യപ്പെടുന്നവർക്ക് ഓരോ ഷിഫ്റ്റിനും 1010 രൂപ വീതമാണ് ലഭിക്കുന്നത്. 8 മണിക്കൂറായിരിക്കും ഒരു ഷിഫ്റ്റിന്റെ ഡ്യൂറേഷൻ. ഇതിലേക്ക് സെലക്ട് ചെയ്യപ്പെടുന്നവരെ കരാറടിസ്ഥാനത്തിൽ 1 വർഷത്തേക്കാണ് നിയമിക്കുന്നത്. അതുപോലെ തന്നെ തിരുവനന്തപുരം ജില്ലയിലുള്ള അപേക്ഷകർക്ക് മുൻഗണന നൽകുന്നതായിരിക്കുമെന്നും വിജ്ഞാപനത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. അപേക്ഷ സമർപ്പിക്കാനുള്ള അവസാന തീയതി 2026 മെയ് 23 വൈകിട്ട് 5 മണി വരെയാണ്. CMDയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് മുഖേന ഓൺലൈനായാണ് അപ്ലൈ ചെയ്യേണ്ടത്. അപ്ലൈ ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഇനി സെലക്ഷൻ പ്രോസസ്സ് നോക്കാം. ഈ തസ്തികയിലേക്ക് ഉദ്യോഗാർത്ഥികളെ സെലക്ട് ചെയ്യുന്നത് ആപ്ലിക്കേഷൻ സ്ക്രീനിംഗ്, ക്രൈറ്റീരിയ ബേസ്ഡ് സ്ക്രീനിംഗ്, റിട്ടൺ ടെസ്റ്റ്, ഗ്രൂപ്പ് ഡിസ്കഷൻ, സ്കിൽ ടെസ്റ്റ് ഓർ പ്രൊഫിഷ്യൻസി ടെസ്റ്റ്, ഇന്റർവ്യൂ എന്നീ മെത്തേഡുകളിൽ ഏതെങ്കിലും ഒരു മെത്തേഡിലൂടെയോ അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ മെത്തേഡുകൾ യൂസ് ചെയ്തോ ആയിരിക്കും. ഇതുപോലുള്ള പരീക്ഷകൾക്കും കേരള PSCയുടെയും SSCയുടെയും വിവിധ തസ്തികകളിലെ മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് പ്രിപ്പയർ ചെയ്യാൻ ഉപകരിക്കുന്ന ബുക്സ് ഈ വീഡിയോടൊപ്പം ടാഗ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് ഓൺലൈനായി പർച്ചേസ് ചെയ്യാവുന്നതാണ്. താല്പര്യമുള്ള യോഗ്യരായ ഉദ്യോഗാർത്ഥികൾ ഈ അവസരം പരമാവധി പ്രയോജനപ്പെടുത്തുക. 2026 മെയ് 23 വൈകിട്ട് 5 മണിക്ക് മുമ്പായി തന്നെ അപേക്ഷ ഓൺലൈനായി സമർപ്പിക്കാൻ ശ്രദ്ധിക്കുക. വീഡിയോ ഉപകാരപ്രദമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്.